നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം എന്ന മേഖലയെക്കുറിച്ചാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന മേഖലയിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ആരാണ് സ്ത്രീകൾ, ആരാണ് കുട്ടികൾ, എന്താണ് അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം എന്നെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ക്ഷേമവും ശാക്തീകരണവും എന്നത് സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സ്ത്രീകളുടെ സംരക്ഷണവും ക്ഷേമവും ശാക്തീകരണവുമെല്ലാം സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളായാണ് കണക്കാക്കുന്നത്. സ്ത്രീകളുടെ സമഗ്രമായ വളർച്ച ഉറപ്പാക്കലും ശാക്തീകരണവും സംരക്ഷണവും സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായതും നിഷ്പക്ഷമായതുമായ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ സമഗ്രമായ വളർച്ച ഉറപ്പാക്കലും ശാക്തീകരണവും സംരക്ഷണവും സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായതും നിഷ്പക്ഷവുമായതുമായ വികസനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണം എന്നത് സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്ഥിതികൾക്ക് അനുബന്ധമായി സമൂഹത്തിലുള്ള സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞത് സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ആണ് നമ്മളെന്ത് വിളിക്കണം, സ്ത്രീ ശാക്തീകരണം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 2017-18 ഒരു പുതിയ വകുപ്പ് തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം രൂപീകരിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഈ വകുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വകുപ്പിൻ്റെ പേരാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ പേരാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നത്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധസ്ഥിതരുമായ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവസരങ്ങൾ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1988 ഫെബ്രുവരി 22 കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത് 1988 ഫെബ്രുവരി 22 ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധസ്ഥിതരുമായ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവസരങ്ങൾ വിപുലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണ് KSWDC പ്രവർത്തിക്കുന്നത്. KSWDC കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ എന്നുള്ളതാണ് KSWDC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സമാകുന്ന പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ സഹായിക്കുന്നതിലൂടെ അവരുടെ ശാക്തീകരണമാണ് KSWDC ലക്ഷ്യം വയ്ക്കുന്നത്. സ്ത്രീകളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സമാകുന്ന പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ സഹായിക്കുന്നതിലൂടെ അവരുടെ ശാക്തീകരണമാണ് KSWDC ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ സ്ത്രീകളെ സാമൂഹിക വികസനത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിക്കുന്നു. സ്ത്രീകളെ സാമൂഹിക പുരോഗതിക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവും KSWDCയുടേതാണ്. അതുപോലെ മറ്റൊരു പരിപാടിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ലിംഗപദവി സംവേദനക്ഷമത പരിപാടിയാണ് ബോധ്യം എന്ന് പറയുന്നത്. അപ്പം ബോധ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. പോലീസ് വിഭാഗം എന്നത് നമുക്കറിയാം, നമ്മുടെ കാക്കിയിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന വിഭാഗമാണ് പോലീസ് വിഭാഗം. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവില്ലാതെയുള്ള ഒരു പദ്ധതി, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ബോധ്യം പരിശീലനം സെപ്റ്റംബർ 4, 2019 KSWDC ആരംഭിക്കുകയും അതേ വർഷം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ്. ബോധ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി പോലീസ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. സ്ത്രീകൾക്കുള്ള അടിയന്തര പ്രതികരണ സേവനങ്ങളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് ലിംഗപദവി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്ത്രീകൾക്കുള്ള അടിയന്തര പ്രതികരണ സേവനങ്ങളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സംസ്ഥാനത്ത് ലിംഗപദവി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വനിതാ ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ് സെൻറ്ററിനെ കുറിച്ച് നോക്കാം. വനിതാ ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ് സെൻറ്റർ അതെന്താണ്? മിത്ര ഹെൽപ്പ് ലൈൻ എന്നൊരു പദ്ധതി ആരംഭിച്ചത് ഇവരാണ്. മിത്ര ഹെൽപ്പ് ലൈൻ, ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 181 എന്ന് പറയുന്നത്. മിത്ര ഹെൽപ്പ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ്.
2017 മാർച്ച് 27-നാണ് KSWDC കേരളത്തിൽ ആരംഭിച്ചത്. 2017 മാർച്ച് 27-നാണ് KSWDC കേരളത്തിൽ ആരംഭിച്ചത്. എല്ലാ ദിവസവും 24 മണിക്കൂറും ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സമീപിക്കാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇത്. എല്ലാ ദിവസവും 24 മണിക്കൂറും ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സമീപിക്കാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ മിത്ര ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും സ്ത്രീകൾക്ക് ഒരു പിന്തുണ സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ദുരിതത്തിലായ സ്ത്രീകൾക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും അടിയന്തര പ്രതികരണ സംവിധാനമായും ഒരു ഹെൽപ്പ് ലൈൻ ആയും ഇത് വിഭാവനം ചെയ്ത് പ്രവർത്തിക്കുന്നു. എല്ലാ സമയത്തും സ്ത്രീകൾക്ക് ഒരു പിന്തുണ സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ദുരിതത്തിലായ സ്ത്രീകൾക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അടിയന്തര പ്രതികരണ സംവിധാനമായും ഈ ഹെൽപ്പ് ലൈൻ വിഭാവനം ചെയ്യുന്നു. കൂടാതെ വൈദ്യശാസ്ത്ര, നിയമ സംവിധാനം, പോലീസ് എന്നിവയുടെ അകമഴിഞ്ഞ സഹായത്തോടുകൂടി മിത്ര കോൾ റെസ്പോൺസ് ടീം വേഗത്തിൽ ജുഡീഷ്യൽ സേവനങ്ങൾ നൽകുന്നു. അപ്പോൾ ജുഡീഷ്യൽ സേവനങ്ങൾ നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മിത്ര കോൾ റെസ്പോൺസ് ടീമാണ് ജുഡീഷ്യൽ സേവനങ്ങൾ നൽകുന്നത്. ജുഡീഷ്യൽ സേവനങ്ങൾ നൽകുവാൻ മിത്ര കോൾ റെസ്പോൺസ് ടീമിനെ സഹായിക്കുന്നത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്ര, നിയമ സംവിധാന, പോലീസ് സംവിധാനങ്ങളാണ് കോൾ റെസ്പോൺസ് ടീം, മിത്രയുടെ കോൾ റെസ്പോൺസ് ടീമിന് ജുഡീഷ്യൽ സേവനങ്ങൾ നൽകുവാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ജെൻഡർ പാർക്ക് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജെൻഡർ പാർക്ക് ലിംഗസമത്വം, ശാക്തീകരണം എന്നിവ സംബന്ധിച്ചുള്ള പഠനം, ഗവേഷണം എന്നിവയ്ക്കുള്ള ഒരു വേദിയാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ 2013 ആരംഭിച്ചത്. അപ്പോൾ ജെൻഡർ പാർക്ക് എന്തെന്ന് ചോദിച്ചാൽ ലിംഗസമത്വം, ശാക്തീകരണം എന്നിവ സംബന്ധിച്ചുള്ള പഠനം, ഗവേഷണം എന്നിവയ്ക്കുള്ള ഒരു വേദിയായാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ 2013 ഈ സംരംഭം ആരംഭിച്ചത്. തിരുവനന്തപുരമാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ക്യാമ്പസ് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആസ്ഥാനം തിരുവനന്തപുരവും ക്യാമ്പസ് കോഴിക്കോടുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് വൺ സ്റ്റോപ്പ് കേന്ദ്രം എന്താണ് എന്ന് നോക്കാം. വൺ സ്റ്റോപ്പ് കേന്ദ്രം എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുസമൂഹത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വെച്ച് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും വൺ സ്റ്റോപ്പ് കേന്ദ്രം മുഖേന നൽകി വരുന്നു. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും വച്ച് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സഹായവും പിന്തുണയും വൺ സ്റ്റോപ്പ് കേന്ദ്രം മുഖേന നൽകി വരികയാണ്. സംസ്ഥാനങ്ങൾ നിർഭയ ഫണ്ട് മുഖേനയാണ് വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾ നിർഭയ ഫണ്ട് മുഖേനയാണ് വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവകാശ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. 1992 ഡിസംബർ 11-നാണ് ഇന്ത്യ ഈ ഉടമ്പടി അംഗീകരിച്ചത്. ഈ ഉടമ്പടി പ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യരെയും കുട്ടികളായി നിർവചിച്ചിരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ട് നിർവചിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടുന്ന കാര്യമാണ്. ഇത് നമുക്ക് കുട്ടികളുടെ അവകാശങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുട്ടികളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? സാർവലൗകിക അവകാശ ഉടമ്പടി കുട്ടികളുടെ അവകാശങ്ങളെ പ്രധാനമായും 4 മേഖലകളായിട്ടാണ് തരംതിരിച്ചു വച്ചിരിക്കുന്നത്. 4 മേഖലകൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. 4 മേഖലകൾ. ഒന്നാമത്തത് അതിജീവനം എന്ന് പറയുന്നു. അതിജീവനം, അതിനെയാണ് നമ്മൾ സർവൈവൽ എന്ന് പറയുന്നത്. അതിജീവനം അഥവാ സർവൈവൽ. രണ്ടാമത്തേത് ഉന്നമനം അഥവാ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ, ഡെവലപ്മെൻറ്റ്, സർവൈവൽ. ഇനി അടുത്തത് പങ്കാളിത്തമാണ് നാലാമത്തേത്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നു. അപ്പോൾ പങ്കാളിത്തം, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെൻറ്റ്, സർവൈവൽ എന്നിവയാണ് സാർവലൗകിക അവകാശ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ അതിജീവന അവകാശം എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത്. അതിജീവനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് സർവൈവൽ എന്നാണ് പറഞ്ഞത്. ജീവിക്കുവാനുള്ള അവകാശം, മികച്ച പോഷക ആഹാരത്തിനുള്ള അവകാശം, ജീവിക്കുവാനുള്ള അവകാശവും മികച്ച പോഷക ആഹാരത്തിനുള്ള അവകാശവും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, അല്ലെ, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള അവകാശം, തനിമയ്ക്കും ദേശീയതയ്ക്കുമുള്ള അവകാശം എന്നിവയാണ് ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. ജീവിക്കുവാനുള്ള അവകാശം,
മികച്ച പോഷക ആഹാരത്തിനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള അവകാശം, തനിമയ്ക്കും ദേശീയതയ്ക്കുമുള്ള അവകാശം എന്നിവയാണ് ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് ഉന്നമന അവകാശം എന്താണെന്ന് നോക്കാം. ഉന്നമന അവകാശം വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ അവകാശങ്ങളാണ് ഉന്നമന അവകാശത്തിൽ പ്രതിപാദിക്കുന്നത്. വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ അവകാശങ്ങളാണ് ഉന്നമന അവകാശത്തിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് സംരക്ഷണ അവകാശത്തെക്കുറിച്ച് നോക്കാം. എന്താണ് സംരക്ഷണ അവകാശമെന്ന് നോക്കാം. ഈ അവകാശത്തിൻ്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, മറ്റ് പ്രത്യേക സാഹചര്യങ്ങളായ യുദ്ധം, അടിയന്തരാവസ്ഥ തുടങ്ങിയവയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സംരക്ഷണാവകാശത്തിൽ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, ഈ സംരക്ഷണാവകാശത്തിൻ്റെ പരിധിയിൽ പ്രധാനമായിട്ടും പെടുന്നത് ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, മറ്റു പ്രത്യേക സാഹചര്യങ്ങളായ യുദ്ധം, അടിയന്തരാവസ്ഥ തുടങ്ങിയവയിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയാണ് ഇതേപ്പറ്റി സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് പങ്കാളിത്ത അവകാശം എന്താണെന്ന് നോക്കാം. പങ്കാളിത്ത അവകാശം എന്താണ്? കുട്ടികൾക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, അവർക്കാവശ്യമുള്ള അറിവ് ലഭ്യമാക്കുക, അവരുടെ കാഴ്ചപ്പാടുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുക തുടങ്ങിയവയാണ് പങ്കാളിത്ത അവകാശത്തിൽ വരുന്നത്. അപ്പോൾ പങ്കാളിത്ത അവകാശത്തിൽ വരുന്നത് എന്തെല്ലാമാണ്? കുട്ടികൾക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, അവർക്കാവശ്യമുള്ള അറിവ് ലഭ്യമാക്കുക, അവരുടെ കാഴ്ചപ്പാടുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുക തുടങ്ങിയവയാണ് പങ്കാളിത്ത അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ചൈൽഡ് ലൈൻ സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ചൈൽഡ് ലൈൻ സേവനങ്ങൾ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? തെരുവിൽ താമസിക്കുന്ന ആരോഗ്യമില്ലാത്ത കുട്ടികൾ, തൊഴിലെടുക്കുന്ന കുട്ടികൾ, ഗാർഹിക തൊഴിലെടുക്കുന്ന കുട്ടികൾ, ഒളിച്ചോടിയ കുട്ടികൾ, ലൈംഗിക തൊഴിലാളികളുടെ മക്കൾ, ലൈംഗിക അതിക്രമത്തിനിരയായ കുട്ടികൾ എന്നിവരുടെ ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സേവനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. തെരുവിൽ താമസിക്കുന്ന ആരോഗ്യമില്ലാത്ത കുട്ടികൾ, തൊഴിലെടുക്കുന്ന കുട്ടികൾ, ഗാർഹിക തൊഴിലെടുക്കുന്ന കുട്ടികൾ, ഒളിച്ചോടിയ കുട്ടികൾ, ലൈംഗിക തൊഴിലാളികളുടെ മക്കൾ, ലൈംഗിക അതിക്രമത്തിനിരയായ കുട്ടികൾ എന്നിവരുടെ ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സേവനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ ടെലിഫോൺ സേവനമാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ ടെലിഫോൺ നമ്പറുണ്ട്. അതാണ് 1098 എന്ന് പറയുന്ന നമ്പർ. ഇനി നമുക്ക് പോഷൺ അഭിയാൻ എന്താണ് എന്നൊന്ന് നോക്കാം. പോഷൺ അഭിയാൻ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്ന് പറയുന്നത്. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്ന് പറയുന്നത്. കുട്ടിയുടെ ജനനം മുതൽ ആദ്യത്തെ 1000 ദിനങ്ങൾ, ഗർഭധാരണം മുതൽ കുട്ടിയുടെ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്നീ സമയങ്ങളിൽ കുട്ടിക്കും മാതാവിനും പോഷക സമൃദ്ധി ആണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടൊപ്പം അനീമിയ മുക്ത ഭാരതം, ഡയേറിയ മാനേജ്മെൻറ്റ്, വ്യക്തി ശുചിത്വം, പോഷക സമൃദ്ധ ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തൽ ഒക്കെ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്ന പദ്ധതി. അപ്പോൾ പോഷൺ അഭിയാൻ എന്ന പദ്ധതിയിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? കുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്ന പദ്ധതി. കുട്ടിയുടെ ജനനം മുതൽ ആദ്യ 1000 ദിനങ്ങൾ അവിടാണ് ഈ പദ്ധതി കരുതുന്നത്. ഗർഭധാരണം മുതൽ കുട്ടിയുടെ 2 വയസ്സുവരെയുള്ള കാലഘട്ടം എന്നീ സമയങ്ങളിൽ കുട്ടിക്കും മാതാവിനും പോഷക സമൃദ്ധി പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. ഇതോടൊപ്പം അനീമിയ മുക്ത ഭാരതം, ഡയേറിയ മാനേജ്മെൻറ്റ്, വ്യക്തി ശുചിത്വം, പോഷക സമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പോഷൺ അഭിയാൻ പദ്ധതി. അടുത്തത് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ കേരള എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന സംയോജിത ശിശു വികസന പദ്ധതിയുടെ ഒരു നൂതന സംരംഭമാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഒരു നൂതന സംരംഭമാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, കുട്ടികളോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ മെച്ചപ്പെട്ട സുരക്ഷയും വികസനവും ജീവിത നൈപുണ്യവും മെച്ചപ്പെടുത്തുക, കഴിവുകളെ പരിപോഷിപ്പിക്കുക, മാർഗനിർദ്ദേശവും നല്ല രീതിയിലുള്ള രക്ഷകർതൃത്വവും ലഭ്യമാക്കുക എന്നിവയാണ്.
അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളുടെ മെച്ചപ്പെട്ട സുരക്ഷയും വികസനവും ജീവിത നൈപുണ്യവും മെച്ചപ്പെടുത്തുക എന്നതും കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നതും മാർഗനിർദ്ദേശവും നല്ല രീതിയിലുള്ള രക്ഷാകർതൃത്വവും ലഭ്യമാക്കുക എന്നിവയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഇനി നമുക്കൊന്ന് നോക്കാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികൾ. അതിലൊന്നാമത്തേത് മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതിയാണ്. മഹിളാ സമൃദ്ധി യോജന MSY എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മഹിളാ സമൃദ്ധി യോജന നടപ്പിയ സമയത്തെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു PV നരസിംഹറാവു. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി നടപ്പിലാക്കിയത്. 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ വനിതകളിൽ സ്വയം പര്യാപ്തതയും സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. ഗ്രാമീണ വനിതകളിൽ സ്വയം പര്യാപ്തതയും സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി. 1,40,000 രൂപയാണ് മഹിളാ സമൃദ്ധി യോജന പ്രകാരം ലഭിക്കുന്ന പരമാവധി വായ്പാ തുക. മഹിളാ സമൃദ്ധി യോജന പ്രകാരം ലഭിക്കുന്ന പരമാവധി വായ്പാ തുകയാണ് 1,40,000 രൂപ എന്നത്. 18 വയസ്സിന് മുകളിലുള്ള ഗ്രാമീണ വനിതകളാണ് MSY പദ്ധതിയിലെ ഉപഭോക്താക്കളെന്ന് പറയുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഗ്രാമീണ വനിതകളാണ് MSY പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. MSY പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശു ക്ഷേമ മന്ത്രാലയമാണ്. MSY പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശു ക്ഷേമ മന്ത്രാലയമാണ്. നമുക്ക് ഇനി അടുത്ത പദ്ധതിയിലേക്കൊന്ന് കടക്കാം. അടുത്ത പദ്ധതിയുടെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്. ഇത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആരംഭിച്ച പദ്ധതിയാണ്. 1975 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയുമായിരുന്നു ഈ പദ്ധതി. അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗൻവാടികളിലൂടെയാണ്. ICDS പദ്ധതി പ്രകാരം അംഗൻവാടി കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ലോകബാങ്കാണ്. ICDS പദ്ധതി പ്രകാരം അംഗൻവാടി കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് ലോകബാങ്കാണ്. ICDS നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. ICDSന് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. യുണിസെഫ് എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ICDS പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നത് യുണിസെഫ് ആണ്. അതായത് യുണിസെഫ് എന്ന ഐക്യരാഷ്ട്ര സംഘടനയാണ് ICDS പദ്ധതിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ICDS പദ്ധതിയുടെ പ്രധാന സേവനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് നൽകുക, പോഷക ആഹാരം വിതരണം ചെയ്യുക, ആരോഗ്യ വിദ്യാഭ്യാസവും കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും ആരോഗ്യ പരിശോധനയും റഫറൽ സേവനങ്ങളും പ്രദാനം ചെയ്യുക എന്നതാണ്. ഇനി ICDSൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരെല്ലാമെന്ന് ഒന്ന് മനസ്സിലാക്കാം. ICDSൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരാണ്. ICDSൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ മുതലായവരാണ്. ബ്ലോക്ക് തലത്തിൽ ICDSന് നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസറാണ് ബ്ലോക്ക് തലത്തിൽ ICDSന് നേതൃത്വം കൊടുക്കുന്നത്. ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ഓഫീസറാണ് ജില്ലാതലത്തിൽ ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ഓഫീസറാണ് ജില്ലാതലത്തിൽ ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. 2004 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 2005 ICDSൻ്റെ സേവനം രാജ്യം മുഴുവനുമായിട്ട് വ്യാപിപ്പിക്കുകയാണ്. ICDSൻ്റെ സേവനം രാജ്യം മുഴുവനുമായി വ്യാപിപ്പിക്കുവാൻ കാരണമായത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. ഇത് 2004 ഉത്തരവായിരുന്നു. ICDS പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന സ്ഥലത്താണ്. ICDS പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് വേങ്ങര എന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ഇത് ആരംഭിച്ചത്. ICDS പദ്ധതിയുടെ കീഴിൽ 11 മുതൽ 18 വയസ്സിനിടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കിശോരി ശക്തി യോജന. ICDS പദ്ധതിയുടെ കീഴിൽ 11 മുതൽ 18 വയസ്സുവരെ ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വയ്ക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കിശോരി ശക്തി യോജന എന്ന പദ്ധതി. കിശോരി ശക്തി യോജന.
ബാലിക സമൃദ്ധി യോജന BSY എന്നാണ് ബാലിക സമൃദ്ധി യോജന എന്ന പദ്ധതി അറിയപ്പെടുന്നത്. 1997 ഓഗസ്റ്റ് 15-നോ അതിനുശേഷമോ ജനിച്ച ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് BSY പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 1997 ഓഗസ്റ്റ് 15-നോ അതിനുശേഷമോ ജനിച്ച ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് BSY പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഓരോ പെൺകുട്ടിക്കും 500 രൂപയാണ് ഗ്രാൻഡ് തുകയായി നൽകുന്നത്. ഓരോ പെൺകുട്ടിക്കും 500 രൂപയാണ് ഗ്രാൻഡ് തുകയായി നൽകുന്നത്. എന്താണ് BSYയുടെ ലക്ഷ്യങ്ങളെന്ന് നോക്കുക. കുടുംബത്തിനും സമൂഹത്തിനും പെൺകുട്ടികളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തുക. കുടുംബത്തിനും സമൂഹത്തിനും പെൺകുട്ടികളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തുക. അതേപോലെ കൂടുതൽ പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കുക. പെൺകുട്ടികളുടെ വിവാഹ പ്രായം വർദ്ധിപ്പിക്കുക. വരുമാനത്തിനായി അവരെ സഹായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക, കൂടുതൽ പെൺകുട്ടികളെ സ്കൂളിൽ ചേർക്കുക, പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഉയർത്തുക, വരുമാനം കണ്ടെത്തുന്നതിനായിട്ട് അവരെ സഹായിക്കുക എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. ഇവർക്കൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് അപ്പോൾ എത്രയൊക്കെയാണ് ഇവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രതിവർഷം 300 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് നൽകുന്നത്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം 500 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നത്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 600 രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. 6-ലും 7-ലും പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം 700 രൂപയും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 800 രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് വാർഷിക സ്കോളർഷിപ്പിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നത് ഭാഗ്യശ്രീ ബാലിക കല്യാൺ ബീമ യോജന പദ്ധതിയുടെ കീഴിലുള്ള ഇൻഷുറൻസ് പോളിസിയിലാണ്. പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് വാർഷിക സ്കോളർഷിപ്പിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നത് ഭാഗ്യശ്രീ ബാലിക കല്യാൺ ബീമ യോജന പദ്ധതിയുടെ കീഴിലുള്ള ഇൻഷുറൻസ് പോളിസിയിലാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെൺകുട്ടി അവിവാഹിതയാണെന്നുള്ള സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപിച്ച തുകയും അതിൻ്റെ പലിശയും പിൻവലിക്കുന്നതാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെൺകുട്ടി അവിവാഹിതയാണെന്നുള്ള സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപിച്ച തുകയും അതിൻ്റെ പലിശയും തിരികെ ലഭിക്കുന്നതാണ്. എന്നാൽ 18 വയസ്സിന് മുമ്പേ പെൺകുട്ടി വിവാഹം ചെയ്താൽ പോസ്റ്റ് ബർത്ത് ഗ്രാൻഡ് എന്ന നിലയിൽ 500 രൂപയും അതിൻ്റെ പലിശയും ഒഴികെ ബാക്കിയെല്ലാം നഷ്ടമാകുന്നതാണ്. എന്നാൽ 18 വയസ്സിന് മുൻപേ പെൺകുട്ടി വിവാഹം ചെയ്താൽ പോസ്റ്റ് ബർത്ത് ഗ്രാൻഡ് എന്ന നിലയിൽ 500 രൂപയും അതിൻ്റെ പലിശയും ഒഴികെ ബാക്കിയെല്ലാം നഷ്ടമാകുന്നതാണ്. 18 വയസ്സിന് മുൻപേ പെൺകുട്ടി മരണപ്പെടുകയാണെങ്കിൽ മുഴുവൻ തുകയും ഗവൺമെൻറ്റിന് പിൻവലിക്കുവാനും വ്യവസ്ഥയുണ്ട്. 18 വയസ്സിന് മുൻപേ പെൺകുട്ടി മരണപ്പെടുകയാണെങ്കിൽ മുഴുവൻ തുകയും ഗവൺമെൻറ്റിന് പിൻവലിക്കുവാനും വ്യവസ്ഥ ഉള്ളതാകുന്നു. ഇനി ബാലികാ സമൃദ്ധി യോജനയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നേതൃത്വം നൽകുന്നത് ICDS ആണ്. ICDS ആണ് BSY അഥവാ ബാലികാ സമൃദ്ധി യോജനയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നേതൃത്വം നൽകുന്നത്. എങ്കിൽ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. നഗരപ്രദേശങ്ങളിൽ നേതൃത്വം നൽകുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്തത് കുടുംബശ്രീയെക്കുറിച്ച് നമുക്ക് നോക്കാം. കുടുംബശ്രീ എന്താണ്, കുടുംബശ്രീ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് AB വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്. കുടുംബശ്രീ ആരംഭിച്ച ദിവസം 1998 മെയ് 17-നാണ്. 1998 മെയ് 17-നാണ് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994-ലായിരുന്നു. അത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലുമായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994-ൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്.
1998 മെയ് 17 എ ബി വാജ്പേയി മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് 1998 മെയ് 17 ആയിരുന്നു. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നത് കെ നയനാരും അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് കെ നയനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നത് പാലൊളി മുഹമ്മദ് കുട്ടിയുമാണ്. 1998 നവംബറിൽ കുടുംബശ്രീ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരം സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. 1998 നവംബറിലാണ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരമാണ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1999 ഏപ്രിൽ 1 നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത്. 1999 ഏപ്രിൽ 1 നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. കുടുംബശ്രീയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി അറിയപ്പെടുന്നത് കുടുംബശ്രീയാണ്. നബാർഡിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടുകൂടി കേരള സർക്കാരാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. നബാർഡിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടുകൂടി കേരള സർക്കാരാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നത്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എന്നത് കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ്. കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്നതും. കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്നതും. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3 പ്രധാന ഘടകങ്ങളുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്: ഒന്ന് ചെറുവായ്പ അഥവാ മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, മൂന്നാമത്തേത് ശാക്തീകരണം അഥവാ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. എംപവർമെൻറ്റ്, ശാക്തീകരണം, എൻ്റർപ്രണർഷിപ്പ്, സംരംഭകത്വം, മൈക്രോ ക്രെഡിറ്റ് ചെറുവായ്പ എന്നിവയാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3 സുപ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നൽകുന്ന അവാർഡ് ലഭിച്ച സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നൽകുന്ന അവാർഡ് ലഭിച്ച സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. വെബ് പോർട്ടലുണ്ട്. കുടുംബശ്രീക്ക് ഒരു വെബ് പോർട്ടലുണ്ട്. ആ വെബ് പോർട്ടലിൻ്റെ പേരാണ് സ്ത്രീ ശക്തി എന്നാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടലിൻ്റെ പേര്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചു വരുന്നത് മഞ്ജു വാര്യരാണ്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. അതേപോലെ ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടം കൂട്ടായ്മ എന്ന് പറയുന്നത്, ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ അയൽക്കൂട്ടം കൂട്ടായ്മ എന്നത് കോട്ടയം ജില്ലയിലെ മനസ്വിനിയാണ്. കോട്ടയം ജില്ലയിലെ മനസ്വിനിയാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം, കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമുണ്ട്. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമുണ്ട്. അതിലൊന്നാമത്തേത് എന്താണ്? അയൽക്കൂട്ടം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതാണ്, നെയ്ബർഹുഡ് ഗ്രൂപ്പ് അഥവാ അയൽക്കൂട്ടം. രണ്ടാമത്തേത് മേഖലാ വികസന സൊസൈറ്റി അഥവാ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS എന്ന് പറയുന്നു. മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഥവാ CDS എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നിവയാണ്. കുടുംബശ്രീയുടെ ഇത്തരത്തിലുള്ള ത്രിതല ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. 10 മുതൽ 20 വരെ അംഗങ്ങളായിരിക്കും ഓരോ കുടുംബശ്രീ യൂണിറ്റിലും ഉണ്ടാവുന്നത്. അടിസ്ഥാന ഘടകമായ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘം അറിയപ്പെടുന്ന പേരാണ് മേഖലാ വികസന സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്.
കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനത്തിനെയാണ് നമ്മൾ CDS അഥവാ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കുടുംബശ്രീ പദ്ധതികളെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട പദ്ധതികളാണ്: സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് അറിയപ്പെടുന്ന പേരാണ് കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുണ്ട്. ഇതറിയപ്പെടുന്ന പേരാണ് തെളിമ എന്നാണ് പേര്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് തെളിമ എന്നത്. വിവിധ സംരംഭങ്ങളിലൂടെ ഉത്പാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സമഗ്ര എന്നാണ് ആ പദ്ധതിയുടെ പേര്. വിവിധ സംരംഭങ്ങളിലൂടെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്താനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സമഗ്ര. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ യൂണിറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. 2004 കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് സ്കൂള് വെങ്ങാനൂരിൽ സ്ഥാപിതമായത്. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമുണ്ട്. അതിൻ്റെ പേരാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ചൊരു സംരംഭമുണ്ട്. അതിൻ്റെ പേരാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് തീർത്ഥം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭത്തിൻ്റെ പേരാണ് ആശ്രയ എന്നാണ് ഈ സംരംഭം അറിയപ്പെടുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം പിടിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭമാണ് ആശ്രയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭത്തിനെയാണ് ഷീ ലോഡ്ജ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംവിധാനമാണ് ഷീ ലോഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ് ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങൾ എന്നിവ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ് ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങൾ എന്നിവ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വയം വീടുകളിൽ യഥാസമയം അല്ലെങ്കിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം എന്നാണ് പറയുന്നത്. രക്തസമ്മർദ്ദം, പ്രമേഹം മുതലായ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം പദ്ധതി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം ആരംഭിച്ച സംരംഭത്തിൻ്റെ പേരാണ് പിങ്ക് ലാഡർ എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം ആരംഭിച്ച സംരംഭമാണ് പിങ്ക് ലാഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചതും കോഴിക്കോട് ജില്ലയിലാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ് പിങ്ക് അലർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചതും കോഴിക്കോട് ജില്ലയിലാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയുടെ പേരാണ് ഗ്രാമശ്രീ എന്നാണ് അരിയുടെ പേര്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയുടെ പേരാണ് ഗ്രാമശ്രീ എന്നത്.
കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അറൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അറൈസ്. അക്വയറിംഗ് റിസൈലൻസ് ആൻഡ് ഐഡൻറ്റിറ്റി ത്രൂ സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് അറൈസിൻ്റെ പൂർണ്ണമായ പേര്. സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അറൈസ്. അക്വയറിംഗ് റിസൈലൻസ് ആൻഡ് ഐഡൻറ്റിറ്റി ത്രൂ സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് എന്നതാണ് ഇത്. കുടുംബശ്രീയിലും അയൽക്കൂട്ടങ്ങളിലുമുള്ള സ്ത്രീകളുടെ അഥവാ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി ശേഖരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇ നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീയിലും അയൽക്കൂട്ടങ്ങളിലുമുള്ള സ്ത്രീകളുടെ അഥവാ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജിയോ ടാഗ് വഴി ശേഖരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇ നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2021 ഡിസംബറിൽ സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബൃഹത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം എന്നത്. 2021 ഡിസംബറിൽ സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബൃഹത്ത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ത്രീപക്ഷ നവകേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് നിമിഷ സജയൻ. സ്ത്രീപക്ഷ നവകേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറുടെ പേരാണ് നിമിഷ സജയൻ. സംസ്ഥാനത്ത് വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അഗ്നി ന്യൂട്രി ഗാർഡൻ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അഗ്നി ന്യൂട്രി ഗാർഡൻ എന്നത്. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജോറ് മലയാളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ജോറ് മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുകയെന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ലീഡ് ബാങ്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ശ്രീ ഇ പേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലായി നടത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ലീഡ് ബാങ്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ശ്രീ ഇ പേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2020 നവംബറിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജീവൻ ധാര എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. 2020 നവംബറിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവൻ ധാര എന്ന പദ്ധതി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റിൻ്റെ പേരാണ് സേവിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റിൻ്റെ പേരാണ് സേവിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് സമ എന്ന് പറയുന്നത്. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടുകൂടി ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് സമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ കുടുംബശ്രീയുടെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാമുമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാമും ആയി ചേർന്ന് കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് അതിജീവനം കേരളീയം എന്ന് പറയുന്നത്. അതിജീവനം കേരളീയം. ഇനി നമുക്ക് മഹിളാ സ്വയം സിദ്ധ യോജന എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മഹിളാ സ്വയം സിദ്ധ യോജന
ഇത് ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 നിലവിൽ വന്നൊരു പദ്ധതിയാണ്. ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന അഥവാ MSSY എന്ന് പറയുന്നത്. മഹിളാ സ്വയം സിദ്ധ യോജനയ്ക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് മഹിളാ സ്വയം സിദ്ധ യോജനയ്ക്ക് നേതൃത്വം നൽകുന്നത്. യുനിസെഫിൻ്റെ സഹായത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച ഒരു റേഡിയോ പ്രോഗ്രാമുണ്ട്. യുനിസെഫിൻ്റെ സഹായത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമിൻ്റെ പേരാണ് മീനയുടെ ലോകം എന്നത്. അപ്പം മീനയുടെ ലോകം എന്ന പ്രോഗ്രാമാണ് യുനിസെഫിൻ്റെ സഹായത്തോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് സ്നേഹിത അറ്റ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 104 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വീടുകളിലെത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി. അടുത്തത്, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് കണക്ട് ടു വർക്ക് എന്നതാണ്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് കണക്ട് ടു വർക്ക് എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അടുത്തത്, ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ജനനി സുരക്ഷാ യോജന അഥവാ JSY. ഇത് ആരംഭിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്നായിരുന്നു. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത്. 2005 ഏപ്രിൽ 12 ഈ പദ്ധതി ആരംഭിച്ചത്. ഇതിൻ്റെ ഫണ്ട് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ 100% സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് ഈ പറയുന്ന ഏത് പദ്ധതി? ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതി. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത്. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീമിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ജനനി സുരക്ഷാ യോജന എന്നത്. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ്സ് NMBSൻ്റെ പരിഷ്കൃത രൂപമാണ് ജനനി സുരക്ഷാ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആശാപ്രവർത്തകർ വഴിയാണ് JSYയുടെ കീഴിൽ വരുന്ന സ്ത്രീകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഈ പദ്ധതിയിൽ ആശാ വർക്കർമാരാണ്. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശ എന്ന് പറയുന്നത്. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള തദ്ദേശീയരായ വനിതകളെയാണ് ഗ്രാമപഞ്ചായത്ത് ഓരോ വാർഡിലേക്കും ആശാപ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നത്. ഓരോ വാർഡിലും ആശാപ്രവർത്തകരായി തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടുന്ന പ്രായപരിധി 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരായിരിക്കണം, തദ്ദേശ വനിതകളും ആയിരിക്കണം. ഓരോ വാർഡിലേക്കും ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നത് ഇപ്രകാരമാണ്. ഇനി അടുത്തത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊരു പദ്ധതിയുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ്. ഇത് 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2015 ജനുവരി 22 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി പ്രധാനമന്ത്രിയായിരുന്ന, ഇപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി മുന്നോട്ട് വച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനും പെൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, സാമൂഹിക അന്തരീക്ഷം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആര് മുന്നോട്ട് വെച്ച പദ്ധതി? കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ലക്ഷ്യം? പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ലിംഗവിവേചനം അവസാനിപ്പിക്കുക, പെൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു ഈ പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം എന്നുള്ളത് പാനിപ്പത്താണ്. പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന സ്ഥലത്താണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് മാധുരി ദീക്ഷിത്താണ്. അപ്പോൾ മാധുരി ദീക്ഷിത്താണ്
ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. ഹരിയാനയിലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്നത് മുൻ ഗുസ്തി താരം സാക്ഷി മാലിക് ആണ്. ഹരിയാനയിലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കുന്നത് സാക്ഷി മാലിക് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ പേരാണ് സുവർണ കന്യക അഥവാ ദ ഗേൾ ചൈൽഡ് പ്രോസ്പെരിറ്റി സ്കീം. അടുത്ത സ്കീമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ പേരാണ് സുവർണ കന്യക എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മറ്റൊരു സ്കീമാണത് സുകന്യ സമൃദ്ധി അക്കൗണ്ട്, അതായത് ഗേൾ ചൈൽഡ് പ്രോസ്പെരിറ്റി സ്കീം എന്ന് പറയുന്ന സുകന്യ സമൃദ്ധി യോജന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പ്രതിപാദിക്കുന്നത് ഇത്ര മാത്രമാണ്: പെൺകുട്ടികൾക്ക് സാമ്പത്തികമായി സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുന്നതിനുമായും 2015 ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയ്ക്ക് കീഴിൽ അവതരിപ്പിച്ചൊരു പദ്ധതി, അതാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അതായത് 2015 ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഈ യോജനയ്ക്ക് കീഴിൽ അവതരിപ്പിച്ചു. അതാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടിൻ്റെ പേരാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയുന്നത്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് 2015 ജനുവരി 22 ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ പെൺകുട്ടിയുടെ പേരിൽ SSY അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരിൽ SSY അക്കൗണ്ട് തുടങ്ങുന്നത് 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ ഈ പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ SSY അഥവാ സുകന്യ സമൃദ്ധി അക്കൗണ്ട് അത് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. സുകന്യ സമൃദ്ധി യോജനയുടെ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ തുകയാണ് 250 രൂപ എന്ന് പറയും. അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുകയാണ് 250 രൂപ എന്ന് പറയുന്നത്. ഒരു വർഷം അയാൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന തുക 1,50,000 രൂപയുമാണ്. ഒരു വർഷം നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1,50,000 രൂപയാണ് ഒരു വർഷം നിക്ഷേപിക്കാവുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 15 വർഷം വരെയാണ് നിക്ഷേപം നടത്താവുന്ന പരമാവധി കാലയളവെന്ന് പറയുന്നത്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 15 വർഷം വരെയാണ് നിക്ഷേപം നടത്താവുന്ന പരമാവധി കാലാവധിയായിട്ട് ഇവിടെ പറയപ്പെടുന്നത്. എന്നാൽ ഈ അക്കൗണ്ടിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്നത് അക്കൗണ്ട് തുടങ്ങി 21 വർഷം വരെയാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ശബള എന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നോക്കാം. ശബള എന്ന പദ്ധതി എന്താണ് പറയുന്നത്? കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യപരവും പോഷകാഹാരപരവുമായ പുരോഗതിക്കും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ആൻഡ് അഡോളസെൻ്റ് ഗേൾസ് എന്ന് പറയുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യപരവും പോഷകാഹാരപരവുമായ പുരോഗതിക്കും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ഓഫ് അഡോളസെൻ്റ് ഗേൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശബള. ഇത് ആരംഭിച്ചത് 2011 ഏപ്രിൽ 1 ഇത് ആരംഭിച്ചത്. ശബള പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു പ്രായപരിധിയുണ്ട്. അത് 11 മുതൽ 18 വയസ്സ് വരെയാണ്. അപ്പോൾ ശബള പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രായപരിധി 11 മുതൽ 18 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് സാക്ഷ്യം എന്താണ് എന്ന് നോക്കാം. സാക്ഷ്യം എന്നാൽ എന്താണ്? കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെൻറ്റ് ഓഫ് അഡോളസെൻ്റ് ബോയ്സ് എന്ന് പറയുന്ന RGSCAB എന്ന് പറയുന്ന പദ്ധതി. RGSCAB എന്ന് പറയുന്ന പദ്ധതി. ഇതിനെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് സാക്ഷ്യം എന്നാണ്. ഇത് ആരംഭിച്ചത് 2014 അപ്പോൾ സാക്ഷ്യം എന്ന പദ്ധതി ആരംഭിച്ചത് 2014. സാക്ഷ്യം പദ്ധതിയിലും ഉൾപ്പെടുന്നതിന് ഒരു പ്രത്യേക പ്രായപരിധിയുണ്ട്. ആ പരിധിയാണ് 11 മുതൽ 18 വയസ്സ് വരെയുള്ളൊരു പദവി എന്ന് പറയുന്നത്. സാക്ഷ്യം സബല സ്കീമുകൾക്ക് നേതൃത്വം നൽകുന്നത് ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. സാക്ഷ്യം ശബള മുതലായ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. ഇനി നമുക്ക് IGMSY എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് IGMSY എന്ന് പറയുന്നത്? കുട്ടികളുടെയും സ്ത്രീകളുടെയും നല്ല പോഷക ആഹാരം, സുരക്ഷിതമായ പ്രസവം, ഭക്ഷണ രീതികൾ എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി, അതാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാതൃത്വ സഹയോഗ യോജന സ്ത്രീകളുടെയും കുട്ടികളുടെയും നല്ല പോഷക ആഹാരം, സുസ്ഥിരമായ പ്രസവം,
ഭക്ഷണ രീതികൾ എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗി യോജന എന്ന് പറയുന്നത്. പദ്ധതി പ്രകാരം 19 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള സ്ത്രീകൾക്ക് ആദ്യത്തെ 2 പ്രസവത്തിന് നൽകി വരുന്ന ഗ്രാൻഡ് തുക 6000 രൂപയാണ്. പദ്ധതി പ്രകാരം, അതായത് ഇന്ദിരാഗാന്ധി IGMSY എന്ന് പറയുന്ന പദ്ധതിയിൽ, അതുപ്രകാരം ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജനയുടെ ലക്ഷണപ്രകാരം 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾക്ക് ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് IGMSY പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് കേട്ടോ. 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾക്ക് ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് IGMSY പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ശമ്പളത്തോടു കൂടിയ പ്രസവ അവധിക്ക് അർഹത ഉള്ളതിനാൽ എല്ലാ സംഘടിത മേഖലയിലെ ജീവനക്കാരെയും ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളിൽ പ്രധാനമായിട്ടും പ്രവർത്തന ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അടുത്തത് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 6000 രൂപയുടെ പ്രസവ ആനുകൂല്യം എന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയെ 2013 എന്ത് ചെയ്തു, NFSA നിയമത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ NFSA നിയമത്തിലേക്ക് ഇവർ നമ്മൾ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടുന്ന കാര്യം എന്താണ്? അത് മറ്റ് പദ്ധതികളെക്കുറിച്ചാണ് നോക്കുന്നത്. മറ്റ് പദ്ധതികൾ, അതായത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ പദ്ധതികളല്ല, അതിനു പുറമെയുള്ള മറ്റ് പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ പദ്ധതിയിൽ ഒന്നാമത്തെ പേരാണ് സ്നേഹസ്പർശം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം എന്ന പദ്ധതി? അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇത് മുഖാന്തരം 1000 രൂപ ധനസഹായം നൽകി വരുന്നുണ്ട്. അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മംഗല്യ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്താണ് മംഗല്യ എന്ന പദ്ധതി എന്ന് നമുക്ക് നോക്കാം. സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് മംഗല്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധുക്കളായിട്ടുള്ള വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, മംഗല്യ എന്ന് പറയുന്ന പദ്ധതി. വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിനായിട്ട് ഈ പദ്ധതി പ്രകാരം 25,000 രൂപ അനുവദിച്ചു കൊടുക്കാറുമുണ്ട്. അടുത്ത സ്കീമിൻ്റെ പേരാണ് നിർഭയ എന്ന് പറയുന്ന സ്കീമാണ്. നിർഭയ എന്ന് പറയുന്ന സ്കീം. എന്താണ് നിർഭയ എന്ന സ്കീം നമുക്ക് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഷീ ടാക്സി എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. ഷീ ടാക്സി. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്നത് മഞ്ജു വാര്യരാണ് ഇതിൻ്റെ അംബാസഡറായിട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പദ്ധതിയിലേക്കൊന്ന് കിടക്കാം. അടുത്ത പദ്ധതിയുടെ പേരാണ് ആശ്വാസനിധി എന്നാണ് അടുത്ത പദ്ധതി അറിയപ്പെടുന്നത്. ആശ്വാസനിധിയാണ്. എന്താണ് ആശ്വാസനിധി പദ്ധതി? ആസിഡ് ആക്രമണങ്ങൾ, നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഇത്. ആശ്വാസനിധി എന്ന് പറയുന്നത്. ആശ്വാസനിധി. ആസിഡ് ആക്രമണങ്ങൾ, നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഈ പറയുന്ന ആശ്വാസനിധി എന്ന് പറയുന്ന പദ്ധതി. അടുത്ത പദ്ധതിയാണ് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. സഹായഹസ്തം. എന്താണ് സഹായഹസ്തം പ്രൊജക്റ്റ്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവ വനിതകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ഈ സഹായഹസ്തം എന്ന് പറയുന്ന പദ്ധതി. ഇനി നമുക്ക് എൻ്റെ കൂട് എന്ന പദ്ധതി എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും
12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എൻ്റെ കോഡ് എന്നാണ് പറയുന്നത്. എൻ്റെ കോഡ്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എൻ്റെ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു പദ്ധതിയെ നോക്കാം. അതെന്താണ്? തൂവൽ സ്പർശം എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ് തൂവൽ സ്പർശം. അതെന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയുടെ പേരാണ് തൂവൽ സ്പർശം എന്നാണ് പറയുന്നത്. തൂവൽ സ്പർശം. അടുത്തത് എന്താണ്? സ്നേഹിത എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ് സ്നേഹിത എന്ന് നമുക്കൊന്ന് നോക്കാം. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്നേഹിത. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് ഇത് സ്നേഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പദ്ധതിയുടെ പേരാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. ഭൂമിക. എന്താണ് ഭൂമിക പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് പ്രത്യാശ എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തികളും കോർപ്പറേറ്റുകളും കേരള സാമൂഹിക സുരക്ഷാ മിഷനും ചേർന്ന് ആരംഭിച്ച സംയുക്ത പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തികളും കോർപ്പറേറ്റുകളും കേരള സാമൂഹിക സുരക്ഷാ മിഷനും ചേർന്ന് ആരംഭിച്ച സംയുക്ത പദ്ധതിയാണ് ഏത്? പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. ഇനി നമുക്ക് കരുത്ത് എന്നൊരു പദ്ധതിയുണ്ട്. കരുത്ത്. എന്താണ് കരുത്ത് എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. കരുത്ത്. പെൺകുട്ടികൾക്ക് ആയോധന പരിശീലനം നൽകുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കരുത്ത് എന്നാണ് പേര്. പെൺകുട്ടികൾക്ക് ആയോധന പരിശീലനം നൽകുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കരുത്ത് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് മാതൃയാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. മാതൃയാനം പദ്ധതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മാതൃയാനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് മാതൃയാനം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ബാലനിധി എന്നാണ് അറിയപ്പെടുന്നത്. സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലനിധി എന്ന് പറയുന്നത്. ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് KS ചിത്രയാണ്. ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് KS ചിത്രയാണ്. ഇനി നമുക്ക് അതിജീവിക എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതിജീവിത എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. എന്താണ് ഈ അതിജീവിക? സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിന് കേരള വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയുണ്ട്. സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിനായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അതിജീവിക എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് K-Wins എന്ന ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒന്ന് നോക്കാം. K-Wins. എന്താണ് K-Wins? കേരള വിമൺ ഇൻ നാനോ സ്റ്റാർട്ടപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരള വിമൺ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്, അതാണ് K-Wins എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഈ പദ്ധതി. ഇനി നമുക്ക് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സംരംഭമാണ് ഇത്. സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സംരംഭമാണ് ഇത്. ഇനി നമുക്ക് മാലാഖ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. മാലാഖ. എന്താണ് മാലാഖ എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. മാലാഖ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ് മാലാഖ എന്ന് പറയുന്നത്. കുട്ടികൾക്കെതിരെയുള്ള
അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരാണ് മാലാഖ എന്ന് പറയുന്നത്. മാലാഖ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സ്ലോഗൻ ഉണ്ട്. അതാണ് പൊതു ഇടം നിൻ്റേതും എൻ്റേതും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊതു ഇടം എന്ന് പറയുന്നത് എൻ്റേതും കൂടിയാണ് എന്ന് പറയുന്നതാണ് ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിർഭയ ദിനമായിട്ട് ആചരിക്കുന്ന ഡിസംബർ മാസം 29. അപ്പോൾ ഡിസംബർ 29-നാണ് ഈ പറയുന്ന നിർഭയ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള സംസ്ഥാന വനിതാ ശിശു വികസന ഡയറക്ടറേറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുത്ത 100 പട്ടണ വീഥികളിൽ രാത്രി 11 മുതൽ ഡിസംബർ 30 വെളുപ്പിന് 2 മണിവരെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടും നിർഭയമായിട്ടും നടക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പൊതു ഇടം എൻ്റേതും എന്ന് പറയുന്ന ഒരു പദ്ധതി. അടുത്ത പദ്ധതിയുടെ പേരാണ് കനൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. കനൽ എന്താണ് കനൽ എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക, സ്ത്രീകളെ ശാക്തീകരിക്കുക, ഓരോ വ്യക്തിയെയും ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച കർമ്മ പരിപാടിയാണ് കനൽ എന്ന് പറയുന്നത്. സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുക, സ്ത്രീകളെ ശാക്തീകരിക്കുക, ഓരോ വ്യക്തിയെയും ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച കർമ്മ പരിപാടിയാണ് കനൽ എന്ന ഈ പരിപാടി. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ് എല്ലാ സർക്കാർ വകുപ്പുകളിലെയും വിവാഹിതരാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യില്ല എന്ന സത്യവാങ്മൂലം വാങ്ങാൻ ഉത്തരവിട്ടത് ആരാണ്? സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് പിങ്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ്. പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത്. പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തിലെ അതിക്രമങ്ങൾ, പൊതു ഇടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങി സ്ത്രീകൾക്കെതിരായുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. 2021 ജൂലൈയിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ ജില്ലകളിലെയും വനിതാ ശിശു വികസന ഓഫീസർക്ക് നൽകിയ പുതിയ ചുമതലയാണ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ എന്നാണ് പറയുന്നത്. ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ, അതായത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ ജില്ലകളിലെയും പ്രത്യേകിച്ച് വനിതാ ശിശു വികസന ഓഫീസർക്കും എന്തായി ഒരു പുതിയ ചുമതല നൽകുകയുണ്ടായി. ആ ചുമതലയുടെ പേരാണ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പദ്ധതിയിലേക്ക് കിടക്കാം. ആ പദ്ധതിയുടെ പേരാണ് അനാഥ ബാല്യം എന്നാണ് അറിയപ്പെടുന്നത്. അനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അനാഥ ബാല്യം, സനാഥ ബാല്യം എന്ന് പറയുന്നത്. സനാഥ ബാല്യം, അതായത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം എന്ന പദ്ധതി. ഇനി കരുതൽ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് ഈ കരുതൽ എന്ന് പറയുന്ന പദ്ധതി? വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കരുതൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. കരുതൽ എന്നാണ് അറിയപ്പെടുന്നത്. വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്നത്. അടുത്ത ശരണബാല്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ശരണബാല്യം എന്താണ്? ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, എസ്പെഷ്യലി ബാലവേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം എന്നിവ തടയുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശരണബാല്യം എന്ന് പറയുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായിട്ട്, ചൂഷണം എന്ന് പറയുമ്പോൾ അത് ബാലവേലയാവാം, ബാലഭിക്ഷാടനവുമാവാം, തടയുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ശരണബാല്യം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലഭിക്ഷാടനം, ബാലചൂഷണം എന്നിവ തടയുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശരണബാല്യം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് സഹിതത്തിൻ്റെ പ്രത്യേകത? വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന പദ്ധതി. സഹിതം പദ്ധതി വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം. ഇനി നവാംഗന എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് നവാംഗന എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വനിതാ സംരംഭക കൂട്ടായ്മയുടെ പേരാണ് നവാംഗന എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വനിതാ സംരംഭക കൂട്ടായ്മയാണ് ധനുസ്. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക്
ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധനുസ് എന്നാണ് അറിയപ്പെടുന്നത്. ധനുസ് കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന ഒരു കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധനുസ് എന്ന് പറയുന്ന പദ്ധതി. അടുത്ത കവചം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കവചം ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കവചം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കവചം എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അതായത് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരാണ് കവചം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കവചം. അടുത്ത പദ്ധതിയുടെ പേരാണ് നിഴൽ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. നിഴൽ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് നിഴൽ? രാത്രികാലങ്ങളിൽ വഴിയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നിഴൽ എന്നാണ് പറയുന്നത്. രാത്രികാലങ്ങളിൽ വഴിയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നിഴൽ എന്ന് പറയുന്നത്. അടുത്തത് വാത്സല്യ നിധി എന്ന പദ്ധതിയാണ്. എന്താണ് വാത്സല്യ നിധി എന്ന പദ്ധതിയിൽ പറയുന്നത്? പട്ടികജാതി വികസന വകുപ്പ്, LIC എന്നിവ സംയുക്തമായി പെൺകുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യ നിധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പട്ടികജാതി വികസന വകുപ്പ്, LIC എന്നിവ സംയുക്തമായി പെൺകുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ വാത്സല്യമല്ല, വാത്സല്യ നിധി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓപ്പറേഷൻ വാത്സല്യ എന്താണ് എന്ന് നോക്കാം. അല്ലെ, ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് നോക്കാം. എന്താണ് ഓപ്പറേഷൻ വാത്സല്യ? കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത്. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതിയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി. ഇനി ജനനി ജന്മരക്ഷ എന്ന പദ്ധതി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജനനി ജന്മരക്ഷ പദ്ധതി എന്താണ് അർത്ഥം വയ്ക്കുന്നത്? കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും പോഷകാഹാരത്തിനായി അമ്മമാർക്കും സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും പോഷകാഹാരത്തിനായി അമ്മമാർക്കുമായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്ന പദ്ധതി. ഇനി നമുക്ക് ഗോത്ര വാത്സല്യ നിധി എന്താണ് എന്ന് നോക്കാം. ഗോത്ര വാത്സല്യ നിധി പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോത്ര വാത്സല്യ നിധി എന്ന് പറയുന്നത്. ഗോത്ര വാത്സല്യ നിധി എന്ന് പറയുന്നത് പട്ടികവർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. അടുത്ത മറ്റൊരു പ്രത്യേകതയാണ് കിഡ് ഗ്ലോവ് എന്ന് പറയുന്നത്. എന്താണ് കിഡ് ഗ്ലോവ്? കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ് ഗ്ലോവ് എന്ന് പറയുന്ന പദ്ധതിയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. എന്താണ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം, കായികക്ഷമത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ഏതിനെപ്പറ്റി? പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്നതിനെ പറ്റി. അതായത് കളിച്ചാരോഗ്യം വീണ്ടെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം, കായികക്ഷമത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഏത്? പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന പദ്ധതി. അടുത്ത രാരീരം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ് രാരീരം? ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായിട്ട് ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് രാരീരം എന്ന് പറയുന്നത്. അപ്പോൾ രാരീരം എന്ന് പറയുന്ന പദ്ധതി ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആരംഭിച്ചത്. നവജാത ശിശു പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, ഗർഭിണികളുടെ പരിചരണം എന്നിവയെല്ലാം ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് നിർവഹിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി എന്താണ് അക്ഷരവൃക്ഷം എന്ന് നമുക്ക് നോക്കാം. അക്ഷരവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം എന്ന് പറയുന്നത്. ഇത് ലോക്ക്ഡൗൺ സമയത്താണെന്നും ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് തേനമൃത് എന്ന് പറയുന്നതാണ്. എന്താണ് തേനമൃത്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത് എന്ന് പറയുന്നത്. ലോക്ക്ഡൗൺ സാഹചര്യം നിലനിൽക്കുന്നതായതിനാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാര കുറവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ എന്ത് ചെയ്തു?
തേനമൃതം എന്ന് പറഞ്ഞൊരു പദ്ധതിയിലേക്ക് ഈ പറയുന്ന കുട്ടികളെ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അടുത്തത് വിദ്യാകിരണം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. വിദ്യാകിരണം. എന്താണ് വിദ്യാകിരണം പദ്ധതി? എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അതാണ് വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി. പേടിക്കേണ്ട. ഇനി നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് കടക്കാം. അടുത്ത എന്താണ്? സജ്ജം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. സജ്ജം. എന്താണ് സജ്ജം എന്ന പദ്ധതി? പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതുവൈഭൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത്. സജ്ജം. പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതുവൈഭൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത്. സജ്ജം. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയുണ്ട്. അതായത് വൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് സജ്ജമെന്ന് നമുക്കറിയാം. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത്. അടുത്തത് അഭയകിരണം എന്ന പദ്ധതിയാണ്. എന്താണ് അഭയകിരണം പദ്ധതി? ഉപേക്ഷിക്കപ്പെട്ടതും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതമായതും മെച്ചപ്പെട്ടതുമായ ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് അഭയകിരണം എന്ന് പറയുന്നത്. ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് 1000 രൂപ മാസം തോറും നൽകി വരുന്നുമുണ്ട്. അപ്പോൾ അഭയകിരണം പദ്ധതി ഇതായിരുന്നു. എന്തായിരുന്നു അഭയകിരണം പദ്ധതി? ഉപേക്ഷിക്കപ്പെട്ടതോ ഭവനരഹിതരായ ആളുകളുണ്ടാകും, അതിൽ വിധവകളും ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതമായതും മെച്ചപ്പെട്ടതുമായ ജീവിത സാഹചര്യം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്ന പദ്ധതി. ഇവർക്ക് സംരക്ഷണവും താമസ സൗകര്യവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്നുമുണ്ട്. അടുത്ത വൺ ഡേ ഹോം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്താണ് വൺ ഡേ ഹോം എന്ന് പറയുന്ന പ്രൊജക്റ്റ്? വിവിധ ഉദ്ദേശങ്ങൾക്കായി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ആഹാരവും താമസ സൗകര്യവും മിതമായ നിരക്കിൽ വൺ ഡേ ഹോം നൽകി വരികയാണ്. അപ്പോൾ വൺ ഡേ ഹോം എന്ന് വെച്ചാൽ എന്താണ്? വിവിധ ഉദ്ദേശങ്ങൾക്കായി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ആഹാരവും താമസ സൗകര്യവും മിതമായ നിരക്കിൽ വൺ ഡേ ഹോം വഴി നൽകി വരുന്നുള്ള വിവരം അറിയാം. അടുത്ത കാവൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്താണ് കാവൽ എന്ന പദ്ധതി എന്ന് നമുക്ക് നോക്കാം. കാവൽ. നിയമപ്രശ്നമുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിനായിട്ട് ബംഗളൂരുവിലുള്ള നിംഹാൻസിൻ്റെയും സൈക്യാട്രി വകുപ്പിൻ്റെയും സാങ്കേതിക സഹായത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന ഒരു നവീന പരിപാടിയാണ് കാവൽ എന്നാണ് പറയുന്നത്. നിയമപ്രശ്നമുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിനായിട്ട് ബംഗളൂരുവിലുള്ള സിംഹാൻസിൻ്റെയും സൈക്യാട്രി വകുപ്പിൻ്റെയും സാങ്കേതിക സഹായത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു നവീന പദ്ധതിയാണ് കാവിൽ എന്ന് പറയുന്ന ഈ പദ്ധതി. അടുത്തത് സമൂഹത്തിന് ദോഷകരമായി ബാധിക്കാതിരിക്കാനും സാമൂഹ്യ വിരുദ്ധ കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാനുമായിട്ട് സോഷ്യൽ സേവനങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്ന ഒരു ശിക്ഷാരീതിയും നിലവിലുണ്ട്. സമൂഹത്തിന് ദോഷകരമായി ബാധിക്കാതിരിക്കാനും സാമൂഹ്യവിരുദ്ധ കൂട്ടുകെട്ടിൽ പെടാതിരിക്കാനും സൈക്കോ സോഷ്യൽ സേവനങ്ങൾ കുട്ടിക്ക് നൽകുന്നുണ്ട്. പദ്ധതികളിലെ NGOകളുടെ സഹായത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാനത്തിലെ NGOകളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാതോർത്ത്. എന്താണ് കാതോർത്ത് എന്ന പദ്ധതിയെന്ന് നമുക്കിനി ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഇത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം തുടങ്ങിയവ ആവശ്യമുള്ള പ്രശ്നബാധിതരായ സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ് കാതോർത്ത് എന്ന് നമുക്ക് നോക്കാം. അതായത് സ്ത്രീ സുരക്ഷ മുൻനിർത്തി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം തുടങ്ങിയ ആവശ്യമുള്ള പ്രശ്നബാധിതരായ സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പദ്ധതി വിദ്യാനിധി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ്. എന്താണ് വിദ്യാനിധി എന്ന പദ്ധതി എന്ന് പഠിക്കാം നമുക്ക്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക, പഠനാവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 7 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ട് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാനിധി എന്നാണ് പറയുന്നത്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുകയും പഠന ആവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 7 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ വിദ്യാനിധി എന്ന പദ്ധതി. ഇനി ബാലകേരളം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് ബാലകേരളം പദ്ധതി? കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് 2021 ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം എന്ന് പറയുന്നത്.
അപ്പോൾ ബാലകേരളം പ്രൊജക്റ്റ് ആരംഭിച്ചത് സാംസ്കാരിക വകുപ്പ് ആണെന്നും അത് ആരംഭിച്ചത് 2021 ഡിസംബറിലാണെന്നും നമ്മൾ എന്നും ഓർക്കുക. ഇനി അടുത്തതാണ് ഏത് ബാലകേരളം എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇനി അടുത്ത കതിർ എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് കതിർ എന്ന പദ്ധതിയെ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് വേണ്ടി സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന കതിർ എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് വേണ്ടി സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കിയ പദ്ധതിയാണ് ഇത്. ഇനി സമം എന്ന് പറയുന്നൊരു ഗ്യാപ്പ് കാണുന്നത് അല്ലേ. സമം എന്താണ് സമം എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടിയാണ് ഈ പറയുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സമം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടിയാണ് സമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് അപരാജിത എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. എന്താണ് അപരാജിത എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. വനിതകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച് പരാതികൾ നൽകുന്നതിന് കേരള പോലീസ് ആരംഭിച്ച വെബ് പോർട്ടലാണ് അപരാജിത എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഇനി നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് കിടക്കാം. അതായത് സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് നിനവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലെ മാതൃകവചം എന്നാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് മാതൃകവചം. അതായത് ഗർഭിണികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിനവ് എന്ന് പറയുന്ന മറ്റൊരു സ്കീമാണ്. എന്താണ് നിനവ്? കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ് എന്ന പദ്ധതി. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ് എന്ന പദ്ധതി. ഇനി പൊൻവാക്ക് എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. എന്താണ് പൊൻവാക്ക് എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്. അതാണ് പൊൻവാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശൈശവ വിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് 2500 രൂപ പാരിതോഷികമായിട്ട് നൽകപ്പെടുന്നു. അടുത്തതാണ് ഓപ്പറേഷൻ പി ഹണ്ട് 21.1 എന്ന പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷൻ പി ഹണ്ട്. സൈബർ ലോകത്തെ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും തിരയുന്നവരെയും കൈമാറ്റം ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായി കേരള പോലീസ് നടത്തിയ പരിശോധനയാണ് ഇതിൽ ഒന്ന്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇനി അടുത്തത് മാതൃജ്യോതി എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. എന്താണ് മാതൃജ്യോതി എന്ന പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. മാതൃജ്യോതി പദ്ധതി കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത്. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യത്തെ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി. മാതൃജ്യോതി എന്ന പദ്ധതി. ഇനി നമുക്ക് അങ്കണവാടികൾ ഒന്ന് പരിശോധിക്കാം. അങ്കണവാടികൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അങ്കണവാടികൾ എന്ന് പറയുന്നത്. കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? അത് ഗോപിനാഥ് മുതുകാട് ആയിരുന്നു. ഇത് നമുക്ക് കൂട്ട് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. എന്താണ് കൂട്ടെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് എന്ന് പറയുന്ന ഈ പദ്ധതി. അടുത്തത് ഡി സേഫ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഡി സേഫ് എന്താണ്? ഡി സേഫ് കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്കായി യൂണിസെഫിൻ്റെ സഹായത്തോടെ കേരള പോലീസ് 2022-23 കാലഘട്ടങ്ങളിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡി സേഫ് എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്കായി യൂണിസെഫിൻ്റെ സഹായത്തോടെ കേരള പോലീസ് 2022 ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഡി സേഫ് എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇനി കവചവും കാവലും എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കവചവും കാവലും എന്താണ്? കവചവും കാവലും എന്ന് നമുക്കൊന്ന് നോക്കാം.
സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് 2022 ജനുവരിയിൽ തയ്യാറാക്കിയ ലഘുചിത്രങ്ങളാണ് ഇത്. കാവലും കവചവും എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്ത്രീ സുരക്ഷ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി കേരള പോലീസ് 2022 ജനുവരിയിൽ തയ്യാറാക്കിയ ലഘുചിത്രങ്ങൾ ഉണ്ട്. ഇനി അടുത്ത ഇക്കോ കേഡറ്റ് കോർപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ഇക്കോ കേഡറ്റ് കോർപ്സ് എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തിന് സംസ്ഥാന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദ്യ വിദ്യാർത്ഥികളുടെ സേനയാണ് ഇത്. പരിസ്ഥിതി സംരക്ഷണത്തിന് സംസ്ഥാന വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു സേനയുണ്ട്. അതിൻ്റെ പേരാണ് ഇക്കോ കേഡറ്റ് കോർപ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് തീരമൈത്രിയാണ്. എന്താണ് തീരമൈത്രി പറയുന്നത്? കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? തീരമൈത്രി എന്ന് പറയുന്നത്. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് വിജ്ഞാനദീപ്തി എന്നാണ് അറിയപ്പെടുന്നത്. വിജ്ഞാനദീപ്തി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് മാസം തോറും 2000 രൂപ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് മാസം തോറും 2000 രൂപ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. അതിൽ ചിരി എന്ന് പറയുന്ന പേര് കളഞ്ഞിട്ട് ബാക്കി എഴുതാൻ കൊച്ചിനെയും. അപ്പോൾ ചിരി എന്താണ്? സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ്റെ പേരാണ് ചിരി എന്ന് പറയുന്നത്. സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ഇത് ചിരി എന്ന് പറയുന്നത്. ഇനി ധ്വനി എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. എന്താണ് ധ്വനി? കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾക്ക് കേൾവി ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്ന പദ്ധതി. പാസീസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്